നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 11-ാം തീയതി, 1200-ാം ആണ്ട് മിഥുന മാസം 27-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. അപ്പോൾ ഉത്രാട നക്ഷത്രം ആണ് വന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച, വെള്ളിയെന്ന് പറഞ്ഞാൽ ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ്. ശുക്രൻ എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷത്തെ, സമാധാനത്തെ, ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ദശാനാഥനാണ്. ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും കൊള്ളാം. ഇന്നതിന് കൊള്ളൂല, ഇന്നതെന്ന് പറയണ്ട, എന്ത് കാര്യത്തിനും ഇറങ്ങാം. നക്ഷത്രം കൊള്ളാം, ദിവസം കൊള്ളാം, നമ്മളൊന്ന് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ മിഥുന മാസത്തിലെ ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശുക്രൻ വിവാഹകാരകത്വം വഹിച്ച ഗ്രഹമാണ്. കല്യാണം നടക്കാതിരിക്കുന്നവർക്ക് നിങ്ങൾ നല്ല ശ്രമം നടത്തുകയാണെങ്കിൽ ഒരു വർഷത്തിനകത്ത് കല്യാണം നടക്കും. കല്യാണം ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് പരിഹാരമാവും. സന്താനങ്ങളുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് നിങ്ങളുടെ കല്യാണം, മക്കളുടെ കല്യാണം നിന്ന് നടത്തി കൊടുക്കാൻ സാധിക്കും. അച്ഛനും അമ്മയുടെ സമയം നല്ലതായാൽ മതി, മക്കളുടെ കല്യാണം നടക്കുമെന്നാണ്. അച്ഛനും അമ്മയ്ക്കും വിഷമിക്കേണ്ട സമയമല്ല. അപ്പോൾ അത്രയ്ക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങളുടേത്. ഇപ്പോൾ ജോലി, സാമ്പത്തിക പുരോഗതി, വീട് വയ്ക്കാൻ സാധിക്കുക, വാഹനം വാങ്ങാൻ സാധിക്കുക, പ്രത്യേകിച്ച് മംഗല്യമായി കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ സമയം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് 10:30 മണിക്ക് രാവുകാലം തുടങ്ങൂല. 10:56 രാവുകാലം തുടങ്ങുള്ളൂ. 12:30 വരെയും രാവുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല, യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഗുളികൻ്റെ സമയം വരുന്നത് 7:48 തൊട്ട് 9:22 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 3:38 തൊട്ട് 5:12 വരെയും. ഈ രണ്ട് സമയവും ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്, ഇന്നുമുണ്ട് അഭിജിത്ത് മുഹൂർത്തം. 48 മിനിറ്റ് ഉള്ളതിൽ 44 മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. 12:06 തൊട്ട് 12:54 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. നമുക്കല്ലാതെ തന്നെ കൊള്ളാം, എന്നാലും അതിനേക്കാൾ കുറച്ചുകൂടി ശോഭനമായ സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളറോ അല്ലെങ്കിൽ റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഇല്ലാത്തവർ ഒരു ചുവന്ന തുണി കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. നമ്മളിലേക്ക് ശുക്രൻ്റെ പോസിറ്റീവ് എനർജി കയറി വരാനും അത് വലിച്ചെടുക്കാനും നമുക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം അസുരഗുരുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.